SIP ഡേറ്റിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഒരുപാട് ആളുകളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഏറ്റവും മികച്ച SIP ഡേറ്റ് ഏതാണ്? എല്ലാ മാസവും 1-ാം തീയതി SIP ഡേറ്റ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നുണ്ടോ, അതോ 15-നും 20-നും ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് ആണോ ഏറ്റവും മികച്ചത്? എൻ്റെ നിലവിലെ SIP ഡേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ശരിക്കും SIP ഡേറ്റുകൾ മാറുന്നതനുസരിച്ച് റിട്ടേണിലും മാറ്റം ഉണ്ടാകാറുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ, സിമ്പിളായ, കൃത്യമായ ഉത്തരവാണ് ഈ ഒരു വീഡിയോ. റിയൽ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പൂർണ്ണമായിട്ടും കാണുക. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ വാങ്ങുകയാണ് ശരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർണം മേടിക്കുന്നു. അതേപോലെ തന്നെ ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ മേടിക്കുന്നു, അപ്പോൾ വില കൊടുക്കണം അല്ലേ? ഒരു യൂണിറ്റിൻ്റെ വിലയെ പറയുന്ന പേരാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. NAV കുറവുള്ള സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. ആ കാര്യം മനസ്സിലായല്ലോ അല്ലേ? മാർക്കറ്റിൽ കറക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ NAV കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയാറുള്ളത്, കറക്ഷൻ്റെ സമയത്ത് SIP നിർത്തുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, മറിച്ച് SIP കണ്ടിന്യൂ ചെയ്യണം. സാധിക്കുമെങ്കിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം. SIP രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മാസവും വ്യത്യസ്തങ്ങളായ NAVക്കാണ് നമ്മൾ യൂണിറ്റുകൾ മേടിക്കുന്നത്. ചില മാസങ്ങളിൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. ഏത് മാസങ്ങളിലാണ്? NAV കുറഞ്ഞിരിക്കുന്ന മാസങ്ങളിൽ. ചില മാസങ്ങളിൽ കുറച്ച് യൂണിറ്റുകളെ കിട്ടുകയുള്ളൂ. അതെപ്പോഴാണ്? NAV കൂടിയിരിക്കുന്ന മാസങ്ങളിൽ. ഈ NAV എന്ന് പറയുന്ന സാധനം മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിലെ എല്ലാ ദിവസവും ഒരേ NAV ഒന്നും ആയിരിക്കുകയില്ല. 1-ാം തീയതിയിലെ NAV ആയിരിക്കില്ല 2-ാം തീയതിയിലെ, അതായിരിക്കില്ല 10-ാം തീയതിയിലെ, അതായിരിക്കില്ല 20-ാം തീയതിയിലെ. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ 1-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന യൂണിറ്റുകളും 10-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന യൂണിറ്റുകളും 25-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന യൂണിറ്റുകളും വ്യത്യസ്തമായിരിക്കും. പക്ഷേ എല്ലാ മാസവും ഇത്ര ഡേറ്റുകളിൽ NAV കൂടിയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഡേറ്റുകളിൽ NAV കുറവായിരിക്കും എന്നൊന്നുമില്ല കേട്ടോ. ചില മാസങ്ങളിൽ ചില ഡേറ്റുകളിൽ NAV കൂടുതലായിരിക്കും, അടുത്ത മാസം ആ ഡേറ്റുകളിൽ ചിലപ്പോൾ എന്താണ് NAV കുറവായിരിക്കും. അതങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഏറ്റവും മികച്ച SIP ഡേറ്റ്, അല്ലെങ്കിൽ ഏത് ഡേറ്റ് SIP ഡേ ആയിട്ട് ഫിക്സ് ചെയ്താലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവില്ല. ആ ചോദ്യത്തിന് കാര്യമായിട്ടുള്ള ഒരു പ്രസക്തിയും ഇല്ല. ഇവിടെ 1-2 റിയൽ എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടി പോവാണ്. റിയൽ എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഫണ്ടുകളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. അതുപോലെ ഇൻവെസ്റ്ററുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ പേര് പറയുന്നില്ല. 2016 ജനുവരിയിൽ കാനറ റൊബോക്കോ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിൽ 10,000 രൂപയുടെ SIP ആരംഭിച്ച 2 പേര്. അവരുടെ SIP ഇപ്പോഴും ലൈവാണ്. 2 പേരും ഒരു മുടക്കവും ഇല്ലാതെ അത് കൊണ്ടുപോകുന്നുണ്ട്. SIP ഡേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 1-ാമത്തെ ആള് എല്ലാ മാസവും 8-ാം തീയതിയാണ് SIP ചെയ്യുന്നത്. 2-ാമത്തെ ആള് 22-ാം തീയതി. ഇതുവരെ 127 ഇൻസ്റ്റാൾമെന്റുകൾ അവർ അടച്ചു കഴിഞ്ഞു. 2 പേരും 12,70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തും കഴിഞ്ഞു. 1-ാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതി SIP ഡേറ്റ് എടുത്തിരിക്കുന്നയാള്. അയാൾക്ക് ഇതുവരെ 10,840 യൂണിറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 2-ാമത്തെ ആള് 22-ാം തീയതി SIP എടുത്തിരിക്കുന്നയാള്, അയാൾക്ക് 10,887 യൂണിറ്റുകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ ആൾക്ക് ഏതാണ്ട് 47 യൂണിറ്റുകൾ അധികം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ റിട്ടേൺ അധികം ഉള്ളത് ആർക്കാണ്? 2-ാമത്തെ ആൾക്കാണ്. ഈ ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോൾ 8-ാം തീയതി മികച്ച ഒരു SIP ഡേറ്റ് ആണെന്നും 22-ാം
22-ാം തീയതി മോശമാണെന്ന് വിചാരിക്കരുത്. വേറെ എക്സാമ്പിൾസ് ഉണ്ട്, അതിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതേ ഫണ്ടിൽ 2021 ജൂലൈയിൽ SIP ആരംഭിച്ച 2 പേരുടെ കേസ് നമുക്ക് നോക്കാം. 2 പേരും 15,000 രൂപ വീതമാണ് SIP ചെയ്യുന്നത്. ഒരാളുടെ ഡേറ്റ് 8-ാം തീയതി, മറ്റേയാളുടെ ഡേറ്റ് 22-ാം തീയതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ SIP ഇപ്പോഴും ലൈവ് ആണ്. ഇതുവരെ 49 ഇൻസ്റ്റാൾമെന്റുകൾ കഴിഞ്ഞു. 2 പേരും 7,35,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതി SIP ഡേറ്റ് ഉള്ള ആൾക്ക് 3,546 യൂണിറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് എന്ന് പറഞ്ഞാൽ 22-ാം തീയതി SIP ഡേറ്റ് ഉള്ള ആൾക്ക് 3,534 യൂണിറ്റുകളെ ലഭിച്ചിട്ടുള്ളൂ. ഇവിടെ 22-ാം തീയതി SIP ഡേറ്റ് ഉള്ള ആളുടെ കൈവശം യൂണിറ്റുകൾ കുറവാണ്. അപ്പോൾ ഏത് ഡേറ്റിൽ SIP ചെയ്താലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക എന്നുള്ള കാര്യം നമ്മുടെ കൺട്രോളിലുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി നമ്മൾ വറീഡ് ആവേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. വളരെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അവിടെ. ആ ഡിഫറൻസ് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് എന്ന കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. മികച്ച SIP ഡേറ്റ് എന്നൊരു സംഗതി ഇല്ല. നിങ്ങളുടെ SIP ഡേറ്റ് മാറ്റേണ്ടതില്ല. നിങ്ങളുടെ SIP ഡേറ്റ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴാണോ ക്യാഷ് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് ആ ഡേറ്റ് ആയിരിക്കണം നിങ്ങളുടെ SIP ഡേറ്റ്. SIP ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ക്യാഷ് ഇല്ലാതെ ബൗൺസായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്ത ഒരു ഡേറ്റ്. സാലറി കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് സാലറി കിട്ടുന്ന ഡേറ്റിൽ നിന്ന് ഒരു 2 ദിവസം മുമ്പോട്ട് SIP ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഈ വിഷയത്തിൽ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഡിസ്കഷൻ അവിടെ നടക്കട്ടെ. അപ്പോൾ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.